കോക്കിലൊക്കെ ഞാൻ അപ്സെറ്റ് ആയിരുന്നു. എന്തോടാ മീഡിയ ഒക്കെ എന്ത് പറ്റി നിങ്ങൾക്ക്? ബാലയുടെയും കോകിലയുടെയും പഴയൊരു ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മലയാളി പാപ്പരാസി എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഫോട്ടോ പുറത്തു വന്നത്. ബാലയും ആദ്യ ഭാര്യയായ അമൃതയും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു ഇത്. ഈ ഫോട്ടോയിൽ ഒരു കൊച്ചുകുട്ടിയുമുണ്ട്. കോകിലയുടെ മുഖച്ഛായയായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നത്. മാമാപ്പെണ്ണോ അതോ വേലക്കാരിയുടെ മകളോ എന്നായിരുന്നു വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ. ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ യൂട്യൂബ് ചാനലിനെതിരെ തുടർന്നടിച്ചുകൊണ്ട് ബാലയും രംഗത്തെത്തിയിരുന്നു. ഫോട്ടോ പുറത്തുവിട്ടയാൾക്ക് മറുപടി നൽകുമെന്ന് ബാല ഭീഷണി മുഴക്കി. നിയമപരമായ വഴിയിലൂടെ താൻ നീങ്ങുന്നില്ല എന്നും രാഷ്ട്രീയക്കാരനായ കോകിലയുടെ അച്ഛൻ ഇത് കൈകാര്യം ചെയ്തോളുമെന്നുമാണ് ബാല പറഞ്ഞത്. ഇപ്പോൾ ഇതാ ഫോട്ടോ പുറത്തുവിട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികരിക്കുകയാണ് ബാല. ആ ഫോട്ടോ പുറത്തു വന്നത് എങ്ങനെയാണെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ബാല പറയുന്നത്. മാത്രമല്ല കേരളം ഞെട്ടുന്നൊരു ഫോട്ടോ താനും പുറത്തുവിടുമെന്ന് ബാല പറഞ്ഞിരുന്നു. ഞാൻ എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുകയാണ്. അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പേഴ്സണൽ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത്. എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്ന ഫോട്ടോ. സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഫോട്ടോ പുറത്തു വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ 4 മാസം ആശുപത്രിയിൽ കിടന്നിരുന്നു. ആ 4 മാസം ഫോൺ എവിടെയായിരുന്നു? എല്ലാവരും കൂടെ കൂട്ടുകൂടിയിട്ടാണ്. എനിക്ക് കോകില ദൈവത്തെ പോലെയാണ്. എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എൻ്റെ ഭാര്യയെ ചുറ്റിപ്പറ്റിയാണ്. എലിസബത്താണോ അതോ കോകിലയാണോ ഫോട്ടോ പുറത്തുവിട്ടത് എന്നാണ് പലരും കമൻറ്റുകളിലൂടെ ചോദിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് എലിസബത്ത് അല്ലേ, ഇനി അമൃതയെ വിട്ട് എലിസബത്തിന് നേരെ തിരിഞ്ഞോ എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ തന്നെ മാധ്യമങ്ങളെ കാണിച്ച് ഇയാൾ തന്നെ ലീക്ക് ചെയ്ത് പുതിയ വിവാദം ഉണ്ടാക്കുകയാണ് എന്നാണ് വേറൊരാൾ കമൻറ്റ് ചെയ്യുന്നത്. അതേസമയം അയാൾ പരസ്യമായി മാപ്പ് പറയണമെന്നും അയാളെ നിയമത്തിന് വിട്ടുകൊടുക്കില്ല എന്നും ബാല വീഡിയോയിൽ തുറന്നടിക്കുന്നു. ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മറ്റൊരാളുടെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിക്കുന്നതാണോ നിങ്ങളുടെ സംസ്കാരം? എൻ്റെ മാമൻ്റെ മകളാണ് കോകില. നിന്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ സിനിമയെക്കുറിച്ചും റിലീസിനെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കൂ എന്നാണ് ബാല പറഞ്ഞത്. എൻ്റെ ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണിപ്പോൾ. അടുത്തവൻ്റെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിക്കുന്ന നിയമം ഈ നാട്ടിലുണ്ടോ? ഞാൻ ക്ഷേത്രദർശനവും മറ്റും നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വൈക്കത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്. എൻ്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ? ഞങ്ങൾ രണ്ടുപേരും നല്ലതായിട്ടിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ലേ? എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാം. അടുത്തവൻ്റെ ഭാര്യയുടെയും മക്കളെയും കുറിച്ച് എന്തും പറയുവാൻ പറ്റുമോ എന്നതാണോ നിങ്ങളുടെ സംസ്കാരമെന്നും ബാല ചോദിക്കുന്നു.